നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പറക്കാട്ടിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിന്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇന്ന് നമ്മളുടെ ഫ്ലോറിൽ വെച്ച് ഇവിടെ നമ്മളുടെ ബിഗ് ബോസ് ഫെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ദിൽഷയുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലോറിൽ നമ്മളുടെ ഓർണമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു നമ്മുടെ കൃഷ്ണനും അതുപോലെ നമ്മുടെ ഉരുളിയും അതുപോലെ എല്ലാ തളികയും തട്ടങ്ങളും മറ്റ് നമ്മുടെ ഓർണമെന്റ്സും എല്ലാം വെച്ചിട്ട് തന്നെയുള്ള കണിക്കൊന്നയും മറ്റ് എല്ലാ ഫലമൂലാദികളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയുള്ള ഒരു വിഷു ആഘോഷമായിരുന്നു. നമ്മളുടെ സ്റ്റാഫുകളും എല്ലാവരും ഉണ്ട്. ഇന്ന് വിഷു കോസ്റ്റ്യൂമിലും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വിഷു ശരിക്കും പറഞ്ഞാൽ ദിൽഷ ഒരു പക്ക ട്രഡീഷണൽ ഒരു വിഷു കോസ്റ്റ്യൂമിലല്ലായിരുന്നു, അല്പം കൂടെ ട്രെൻഡി ആയിട്ട് മോഡേൺ ലുക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നതായിരുന്നു, അല്പം വെറൈറ്റി ആയിട്ട്. അപ്പൊ ഇനി നമ്മൾക്ക് ഇത് കൂടാതെ തന്നെ പറക്കാട്ടിന്റെ വിഷു ആഘോഷങ്ങൾ നമ്മളുടെ ഓരോ സ്ഥലങ്ങളും പറക്കാട്ടിന്റെ എല്ലാ ബ്രാഞ്ചസ് ഉള്ള സ്ഥലങ്ങളിലും നടക്കേണ്ടത്. നമ്മളുടെ വീടിനോടനുബന്ധിച്ച് നമ്മളുടെ ഔട്ട് ഹൗസിലും കഴിഞ്ഞ ദിവസം തന്നെ ഒരു നല്ല അടിപൊളി വിഷു ആഘോഷം ഉണ്ടായിരുന്നു. അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മളുടെ ഓർണമെന്റ്സും അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്ട്സും എല്ലാം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു തരാനും കൂടി ആയിട്ട് അങ്ങനെ ഒരു നല്ല ഷൂട്ട് നമ്മളുടെ പുഴയോരത്തുള്ള ഔട്ട് ഹൗസ് പറക്കാട്ട് ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മളുടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഒരു സൂപ്പർ അമ്മയും മോളെന്നല്ല, ശരിക്കും അമ്മയും മക്കളും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അല്പം വൈറലായിട്ട് നിൽക്കുന്ന നമ്മളുടെ അനീറ്റ സുബീഷിന്റെ ഒരു ഷൂട്ട് മക്കളും ചേർന്നിട്ടുള്ള വളരെ അടിപൊളിയായിട്ട് ഒരു 3 പെൺമക്കളും അമ്മയും കൂടെ സൂപ്പർ മോം ആൻഡ് ഡോട്ടേഴ്സ് അങ്ങനെ ഒരു ഷൂട്ടും ഉണ്ടായിരുന്നു. അതും നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ അതിന്റെ ക്ലിപ്സും കൂടെ കാണാം കേട്ടോ. ഇനി നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വിഷുക്കാലത്തിന് വേണ്ടിയിട്ട് പറക്കാട്ട് ജുവൽസ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആഭരണങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ആദ്യം തന്നെ നമുക്ക് കൃഷ്ണനിൽ നിന്ന് തന്നെ തുടങ്ങാം. കണി കാണാനായിട്ട് ഏവർക്കും ഇത്തവണ നമ്മളുടെ കൃഷ്ണൻ, അത് നമ്മൾക്ക് എല്ലാ വലിപ്പത്തിലുമുള്ള കൃഷ്ണൻ, ചെറിയ കൃഷ്ണൻ തൊട്ട് നീല കളറുള്ള കൃഷ്ണൻ തൊട്ട് നമ്മളുടെ കയ്യില് എല്ലാ തരത്തിലുള്ള കൃഷ്ണൻ ആടയാഭരണങ്ങളുള്ളത്, പ്ലെയിൻ ആയിട്ടുള്ള അങ്ങനെ ഒട്ടേറെ കൃഷ്ണന്റെ രൂപങ്ങള്, കൃഷ്ണനും രാധയും ചേർന്നുള്ളത്, അതുപോലെ പശുവും കൃഷ്ണനും കൂടെ ഉള്ളത്, അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുള്ള ഒട്ടേറെ കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഉരുളിയും തളികയൊന്നും ഇല്ലാതെ നമ്മളുടെ വിഷുക്കണി ഒരുക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. അതിനായിട്ട് പറക്കാട്ടിന്റെ സ്വർണ്ണ തളികയും അതുപോലെ തന്നെ സ്വർണത്തിലുള്ള തങ്കത്തിൽ പൊതിഞ്ഞ ഉരുളിയും ഉണ്ട്. അതേപോലെ പറക്കാട്ടിന്റെ നിറയെ ഓർണമെന്റ്സ് ഉണ്ട്. ഇനി നമ്മളുടെ വിഷു ആഘോഷം ആയിക്കോട്ടെ, ഓണം ആഘോഷം ആയിക്കോട്ടെ, എന്ത് ആഘോഷമാണെങ്കിലും ആ ഒരു നമ്മളുടെ ട്രഡീഷണൽ പാലക്ക നാഗപടത്തെ കുറിച്ച് സംസാരിക്കാതെ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ പലതവണ ചിലപ്പോ പല മോഡലിലുള്ള നമ്മുടെ നാഗപടം പാലക്കയൊക്കെ പരിചയപ്പെടുത്തിയതായിരിക്കും, എങ്കിലും ഇന്ന് ഞാൻ തുടങ്ങി വെക്കുന്നത് നമ്മുടെ നാഗപടം പാലക്ക കളക്ഷനിൽ തന്നെയാണ്. ഒരു അല്പം സ്പെഷ്യൽ വള എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. നാഗപടത്തിന്റെ വള ഞാനിത് നേരത്തെ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഇതൊരല്പം കൂടെ സ്പെഷ്യലാണ്. നമ്മളുടെ വളഞ്ഞ നാഗപടം ഇതെന്താ എടുത്തു വെച്ചതെന്ന് വെച്ചാൽ നമ്മള് ഇവിടെ ഈ ഒരു വിഷുക്കണി ഒരുക്കിയിൽ വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ ഐറ്റം ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വേണ്ട നമ്മുടെ വളഞ്ഞ നാഗപടം വെച്ചിട്ട് പന്നവർക്കൊക്കെ ചെയ്തിരിക്കുന്ന അത് അടിപൊളി ഒരു നാഗപടത്തിന്റെ നെക്ലേസ് ആണ്. അപ്പൊ ഇതിനോട് യോജിക്കുന്ന രീതിയിൽ നമുക്ക് ബാംഗിൾസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ
റിങ്സ് വരുന്നുണ്ട്. ഇനി ഇതിനോട് ചേരുന്ന ജിമുക്ക സെറ്റ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഓർണമെന്റ്സും, അങ്ങനെ ഒരു സെറ്റാണ് വേണ്ടെങ്കിൽ അതിന് ചേരുന്ന രീതിയിലുണ്ട്. നാഗപടം പറയുമ്പോൾ നമ്മളിതാ ഇത് പച്ച മാത്രമേ ഉള്ളൂ എന്ന് കരുതണ്ട. നമ്മളുടെ കയ്യിൽ ബ്ലൂ കളർ ഷെയ്ഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ എവർ ഗ്രീൻ ആൻഡ് റെഡ് എല്ലാ കോമ്പിനേഷൻസും വരുന്നുണ്ട്. ഇതെല്ലാം അതിന്റെ നാഗപടത്തിലൊക്കെ വരുന്ന ലോക്കറ്റില് ഇതില് ലക്ഷ്മി രൂപവും കൂടെ വെച്ചിട്ട് മാറ്റ് ഫിനിഷ് ഒക്കെ അടിച്ച് അല്പം വൈറ്റ് കളർ സ്റ്റോൺസും AD ബോൾസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസാ. നമ്മൾക്ക് വലിയ നെക്ലേസ് ഒക്കെ ആകുമ്പോൾ അതിന് ഭയങ്കര മേക്കിംഗ് ചാർജ് ഒക്കെ വരും. അപ്പൊ എല്ലാവർക്കും ചിലപ്പം അഫോർഡബിൾ, ഗോൾഡിലാണെങ്കിലും ഈവൻ പറക്കാട്ടിലാണെങ്കിൽ പോലും ചിലപ്പോൾ അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല. വലിയ നാഗപടം ഞാൻ ആദ്യം കാണിച്ച നാഗപടം ഒക്കെ, അപ്പോ അത് അതിനൊക്കെ നമുക്കൊരു 30,000, 40,000, 50,000 ഒക്കെ റേഞ്ചിലേക്ക് പോകുന്ന ഓർണമെന്റ്സ് ആണ്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 10,000, 10, 12,000, 13,000 രൂപയിലൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള നാഗപടത്തിന്റെ നെക്ലേസ് ആണ്. ഇനി നമ്മള് ഈ ഒരു വിഷു കാലത്ത് ആദ്യം തന്നെ പറയേണ്ട നെക്ലേസ് ഇതാ, നമ്മളുടെ കൃഷ്ണന്റെ രൂപം ഉള്ള നെക്ലേസുകളെ കുറിച്ചാണ് ആദ്യം തീർച്ചയായിട്ടും പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആദ്യം കൃഷ്ണ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിഗ്രഹ രൂപത്തിലുള്ള, ഇനി ഇതാ നമ്മളുടെ കൃഷ്ണന്റെ രൂപം വരുന്ന ഉള്ളിബോളൊക്കെ ഇട്ട് അല്പം നല്ല ഹാൻഡ് വർക്കുള്ള ബോൾസ് ഒക്കെ ഇട്ടിട്ട് വരുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പൊ എല്ലാരും ഇതുപോലെ ഇപ്പൊ ഹെവി ആയിട്ടുള്ള നെക്ലേസ് ഒന്നും ചിലപ്പോൾ ഉപയോഗിക്കണമെന്നില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഇതാ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസുകളുണ്ട്. അതും എല്ലാം ചെട്ടിനാട് കളക്ഷൻ. കാരണം ഇപ്പത്തെ നമ്മളുടെ സാരികളിലെല്ലാം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പർ ഫിനിഷ് ഒക്കെയാണ്, അല്ല ആന്റിക് ഫിനിഷാ വരുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു ഷെയ്ഡ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അതാ ഞാൻ കൃഷ്ണന് രാധയും കൂടെയുള്ള ആലില പോലെയുള്ള ഒരു രൂപത്തിൽ വന്നിരിക്കുന്ന കൃഷ്ണനും രാധയും വെച്ചിട്ട് റൂബി പോട്ട സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു നെക്ലേസ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 10-15,000 രൂപയൊക്കെ റേഞ്ചിൽ വരുന്ന ഒരു നെക്ലേസ് ആണ്. കാരണം ഇത് ഫുള്ളി ഹാൻഡ് വർക്കാണ് വരുന്നത്. അപ്പൊ ഈ ഒരു വർക്കിനാണ് കേട്ടോ ശരിക്കും റേറ്റ് വരുന്നത്. ട്രഡീഷണൽ ഹാൻഡ് വർക്കാണ്. അപ്പൊ വളരെ റയർ ആയിട്ട്, ഗോൾഡിലാണെങ്കിൽ നമുക്കൊരു 30% എബോവ് ഒക്കെ ചെട്ടിനാട് കളക്ഷൻസിന് മേക്കിംഗ് ചാർജ് വരും. അപ്പം അതേ സെയിം വർക്ക് തന്നെയാണ്, അതേ പെർഫെക്ഷനിൽ തന്നെയുള്ള, അതിനെല്ലാം സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള വളകളും മോതിരവും എല്ലാം പറക്കാട്ടിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്. അതേപോലെ തന്നെ ഇതാ ഇനി അല്പം ചോക്കർ ടൈപ്പ് മതി, ലോക്കറ്റ് ഒന്നും വേണ്ട എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള നെക്ലേസുകളും നമുക്ക് നോക്കാവുന്ന, അല്പം ഇങ്ങനെ ചോക്കറായിട്ട് വെക്കാവുന്ന രീതിയിലുള്ള ഈ ടൈപ്പിലുള്ള നെക്ലേസുകൾ ഉണ്ട്. ഇതും റൂബി പോട്ട സ്റ്റോൺസ് എല്ലാം വെച്ചിട്ട് ലക്ഷ്മി രൂപം ഉണ്ട്. അതേപോലെ തന്നെ ട്രഡീഷണൽ മുല്ലമുട്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇനി ചിലർക്ക് ലോക്കറ്റ് ഒന്നും ഇല്ലാതെ അല്പം സിമ്പിൾ ആയിട്ടുള്ള സാരി ചെയിൻ പോലെ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ദേവി രൂപങ്ങൾ സെറ്റ് ചെയ്തിട്ട് അല്പം മുത്തിരി വർക്കൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു ഷോ ചെയിൻ പോലെ ഉപയോഗിക്കാവുന്ന, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന നെക്ലേസ് ആണ്. ഇതെല്ലാം അല്പം ആന്റിക് ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇപ്പൊ എല്ലാവർക്കും ഇത് ആണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു നമ്മളുടെ നേരത്തെ തൊട്ടുള്ള ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സാരിയുടെ ഒക്കെ കസവിന്റെ ഒക്കെ യോജിക്കുന്ന കളറാണ്. പക്ഷെ ഈ ഒരു ഷെയ്ഡ് അല്ല ഇപ്പൊ ആർക്കും താല്പര്യം. എല്ലാവർക്കും ഒരു അല്പം ആന്റിക് ടച്ച് ആണ് ഇഷ്ടം. അപ്പൊ അതിന്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. ഇതെല്ലാം വരുന്ന ഒരു ഏകദേശം നമുക്കൊരു 10,000 മുതൽ ഒരു 18,000 രൂപ വരെ റേറ്റ് വരുന്ന നെക്ലേസുകളാണ് ഇതെല്ലാം. ലക്ഷ്മി രൂപം വരുന്ന, നമ്മുടെ ദേവിയുടെ രൂപം വരുന്നുണ്ട്, ഗണപതി രൂപം വരുന്ന നെക്ലേസുകളുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണന്റെ രൂപം. നമ്മൾക്ക് ഇനി ഇതൊന്നുമില്ല, നമ്മളുടെ ദേവി രൂപങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് ഫ്ലവർ മോഡലിലൊക്കെയുള്ള മറ്റ് കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസുകൾ ഇതേപോലുള്ള ചെറിയ ചെറിയ പെൻഡന്റുകൾ വെച്ചിട്ടും നമ്മളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം അതേപോലെ തന്നെ നഗാഷി വർക്കിൽ വരുന്ന അല്പം എഡി ബോൾസ് ഒക്കെ ഇട്ട് ഉള്ളിബോളും ഒക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് ഒക്കെ വരുന്ന നെക്ലേസ് തന്നെയാണ് ചെട്ടിനാട് കളക്ഷനിൽ തന്നെ വരുന്നത്. ഇനി ഈസ്റ്റർ ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എല്ലാ മതവിഭാഗങ്ങൾക്കും ഇടാൻ പറ്റിയ രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള, അതായത് മുല്ലമുട്ടിന്റെ ഒരു പുതിയ വേർഷനാണ്, ആന്റിക് സ്റ്റൈലാണ്. നമ്മൾക്ക് ഇത് ഇപ്പം ഒരു കാസ്റ്റ് ആര് ഉപയോഗിക്കുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലുള്ള നെക്ലേസുകളൊക്കെ ഒരു 6000 റേഞ്ച് തൊട്ട് നമ്മൾക്ക് കിട്ടാനുണ്ട്. ഇനി ട്രഡീഷണൽ കാശിമാല വേണമെങ്കിൽ അത് നമ്മളുടെ ദേവി രൂപം വെച്ചതോ അല്ലെങ്കിൽ ഇനി ഹെഡ് വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കോമൺ പാറ്റേൺ ആണ്. ഇതിന്റെ സിമ്പിൾ ചെറിയ പീസസ് ആണ് ഇതെല്ലാം വരുന്നത്. ഇനി അതിന്റെ ഹെവി ഉണ്ട് കേട്ടോ, ലോങ് നമുക്ക് സാരിമാലയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാ. ഇത്ര ഹെവി ടൈപ്പും എല്ലാം ഉണ്ട്. നമ്മളുടെ പറക്കാട്ടിന്റെ എല്ലാ ഷോറൂമിലും ഇതുപോലുള്ള എല്ലാ കളക്ഷൻസും ലഭ്യമാണ്. ഇനി പറക്കാട്ടിന്റെ ഗോൾഡ് ലെയർഡ് ഓർണമെന്റ്സ് അല്ല നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് വൺ ടൈം ഒക്കെ യൂസ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഒരു 400-500 രൂപ തൊട്ട് തുടങ്ങിയിട്ടുള്ള നമ്മളുടെ എക്കണോമിക് കളക്ഷൻസ്, പറക്കാട്ടിന്റെ എക്കണോമിക് കളക്ഷൻസും ഉണ്ട്. അതിൽ വരുന്ന 2 മോഡലാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്. അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക് കളക്ഷനിലും ഉണ്ട്, പറക്കാട്ടിന്റെ ഗോൾഡ് ലെയർഡ് ഓർണമെന്റ്സിലും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു 1000 റേഞ്ച് തൊട്ട് ഇനി 5000 റേഞ്ച് വരെ വരുന്ന രീതിയിൽ ഗോൾഡ് ലെയർ ചെയ്തത് അല്ലാതെ എക്കണോമിക് കളക്ഷന്റെ നെക്ലേസസ് ഉണ്ട്. ഞാൻ 1-2 ഐറ്റം കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ ട്രഡീഷണൽ ലക്ഷ്മി വളയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പല വെറൈറ്റി, ഇത് സ്ക്രൂ ടൈപ്പ് ആണ് വരുന്നത്. ഇതുപോലെയുള്ള പല വെറൈറ്റികളുണ്ട്. റൂബി പോട്ട സ്റ്റോൺസ് വെച്ചിട്ടുള്ള ബാംഗിൾസ്, സിംഗിൾ ലെയറില് നൈസ് ആയിട്ടുള്ള ഒറ്റ ലെയറിലുള്ള ബാംഗിൾസ് ഉണ്ട്. അതേപോലെ തന്നെ അരയന്നം രൂപങ്ങളൊക്കെ വന്നിട്ട് സ്ക്വയർ ഷേപ്പുള്ള റൂബി പോട്ട സ്റ്റോൺസ് വെച്ചുള്ള ബാംഗിൾസ്, ഓവൽ ഷേപ്പ് വെച്ചിട്ട് അങ്ങനെയല്ല. ഇതില് നമ്മള് വൈറ്റ് സ്റ്റോൺ മിക്സ് വരുന്നുണ്ട്. ഇനി എമറാൾഡ് കളറോ റൂബി കളറോ മിക്സ് ആയിട്ട് വരുന്ന ബാംഗിൾസ് ഉണ്ട്. അതിനൊക്കെ ഒരു 2500 തുടങ്ങിയിട്ട് 5000 അങ്ങനെ പല റേഞ്ചിലുള്ള 3000, 4000, 5000 വരെ റേഞ്ചിലേക്കുള്ള ബാംഗിൾസ് ഉണ്ട്. അങ്ങനെ ഒട്ടേറെ കളക്ഷൻസ് ഈ ഒരു അവധിക്കാലം, അതുപോലെ തന്നെ വിവാഹങ്ങളുടെ ഒരു കാലമാണ്, നമ്മളുടെ ആഘോഷങ്ങളുടെ കാലമാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ഓർണമെന്റ്സും പറക്കാട്ടിന്റെ എല്ലാ ജ്വല്ലറികളിലും ലഭ്യമാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ്, പറക്കാട്ടിന്റെ വെബ്സൈറ്റ് ത്രൂ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് റിങ്സ്, ഇനി റിങ്സ് അല്ലെ നമ്മളുടെ എന്താ പറയാ, റിങ്സ് അല്ലെങ്കിൽ ജിംക സ്റ്റഡ് ഒന്നും ഇല്ലാന്ന് ആരും വിചാരിക്കരുത്. നമ്മൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ ഇതേപോലുള്ള പെൻഡന്റുകൾ, ഇനി സിമ്പിൾ ഡയമണ്ട് പാറ്റേൺ തൊട്ടുള്ള പെൻഡന്റ്സും ഉണ്ട്. ഇതെല്ലാം കണ്ടറിയാൻ പറ്റും. അതുണ്ടോ സ്ക്വയർ ഷേപ്പ് ഉള്ളതും പല ടോണിലുള്ള റിങ്സും നമ്മളുടെ കയ്യിലുണ്ട്. എല്ലാ കളറ്, ഇപ്പൊ റെഡ് കളറ്, വൈറ്റ് ആൻഡ് റെഡ് ആൻഡ് റൂബി കളറ്, അങ്ങനെയുള്ള എല്ലാ കളറും, ഗ്രീൻ, എല്ലാ ഷെയ്ഡ്സിലുള്ള റിങ്സ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഡയമണ്ട് പാറ്റേൺ നെക്ലേസുകൾ മാത്രമല്ല, അതേപോലെ തന്നെ ജിംകാസ് ഉണ്ട്. കൂടാതെ നമ്മുടെ വളരെ ചെറിയ ഡയമണ്ട് പാറ്റേണിലുള്ള സ്റ്റഡുകൾ തൊട്ട് തുടങ്ങിയിട്ട് എല്ലാ ഓർണമെന്റ്സും ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് പറക്കാട്ടിന്റെ ഏതെങ്കിലും ഒരു ഷോറൂം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക. പിന്നീട് മാറ്റി വാങ്ങി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒട്ടേറെ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരു ആഭരണം വാങ്ങി കൊണ്ടുപോയി ഉപയോഗിച്ച് നമുക്ക് മടുത്ത് ബോറടിച്ചു കഴിഞ്ഞാൽ ആ ഓർണമെന്റ്സ് തിരികെ നൽകിയിട്ട് നമുക്ക് മറ്റു ഓർണമെന്റ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പല ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ ഒരിക്കലെങ്കിലും ഇതെല്ലാം അറിയാനും കാണാനും, പറക്കാട്ടിന്റെ വെറൈറ്റി ഡിസൈൻസ് കാണാനും, അതുപോലെ തന്നെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് അറിയാനുമായിട്ട് ഒരിക്കലെങ്കിലും പറക്കാട്ടിന്റെ ഷോറൂമിൽ എല്ലാവരും എത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അതേപോലെ തന്നെ പറക്കാട്ടിന്റെ യൂട്യൂബ് ചാനല് എല്ലാവരും കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തീർച്ചയായും കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ശുഭദിനം. ഏവർക്കും പറക്കാട്ട് ജ്വൽസിന്റെയും പറക്കാട്ട് റിസോർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.